നമുക്കൊരു കാവൽ മാലാഖയുണ്ട്. ഇടത്തം വലത്ത് നിൽക്കുന്നതല്ല, നമുക്ക് വേണ്ടി സ്വർഗം തന്നിരിക്കുന്ന ഒരു കാവൽ മാലാഖയുണ്ട്. നമ്മൾ നമ്മുടെ രക്ഷയുമായി, ആത്മരക്ഷയുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗീയ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആത്മരക്ഷയുമായി, നിത്യജീവനുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാലേ സ്വർഗീയ രഹസ്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റുള്ളൂ. പുരുവന്റെ ജനനം മുതൽ മരണം വരെ അവനെ രക്ഷയിലേക്ക് കൈപിടിച്ച് നടത്താൻ പോകുന്ന വഴികളിൽ വഴികാട്ടിയായി, സംരക്ഷകനായി, അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാൻ ഒരു കാവൽ ദൂതനെ, ഒരു കാവൽ മാലാഖയെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില സമയത്ത് പറഞ്ഞു, തമ്പുരാൻ നമ്മളെ കാത്ത്, ദൈവം നമ്മളെ സംരക്ഷിച്ചെന്നൊക്കെ പറയും. നമ്മുടെ കാവൽ ദൂതൻ നമ്മുടെ കൂടെയുണ്ട്. ചില തകർന്നു പോകാമായിരുന്ന, വീണു പോകാമായിരുന്ന, നഷ്ടപ്പെട്ടു പോകാമായിരുന്ന, നിരാശയിലേക്ക് വീണു പോകാമായിരുന്ന ചില അനുഭവങ്ങളിലൊക്കെ നമ്മൾ ആ സമയത്ത് അങ്ങനെ പിടിച്ചതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. ദൈവം തൻ്റെ വചനത്താലും സ്നേഹത്താലും ഒക്കെ നമ്മളെ സംരക്ഷിച്ച് വഴി നടത്തുന്നത് പോലെ തന്നെ ഒരു ദൂതനെ നമുക്ക് മുമ്പേ അയക്കും എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. 91 സങ്കീർത്തനം 11 വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പൊ ദൈവം ദൂതന്മാരെ നമുക്ക് മുന്നേ അയക്കുന്നുണ്ട്. വചനത്തിലൂടെ, പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോഴും പുതിയ നിയമത്തിലൊക്കെ ഈ ദൂതന്മാരുടെ സഹായം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 23:20, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 34:7, കർത്താവിന്റെ പറ ദൂതൻ ദൈവ ഭക്തരുടെ ചുറ്റും എന്ത് ചെയ്യുന്ന പാളയമടിച്ച് ദൂതന്മാരുടെ, സ്വർഗീയ ഗണങ്ങളുടെ ഒരു സംരക്ഷണം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംരക്ഷണം നമുക്ക് തരും. ഒരു ദൈവീക സംരക്ഷണം നമുക്ക് തരും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ക്രമീകരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും ശ്രദ്ധിച്ചാലും നമുക്ക് നിയന്ത്രണമില്ലാത്ത മേഖലകളുണ്ട്. ആ മേഖലകളിൽ പോലും ദൈവം തൻ്റെ സംവിധാനത്തിലൂടെ ഒരു സംരക്ഷണം നമുക്കായിട്ട് ഒരുക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 6 അധ്യായം 22 വചനത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു, അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. കണ്ടോ, സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിനെ സിംഹങ്ങൾ തൊടാതിരിക്കാൻ വേണ്ടി ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അവിടെ ഒരു മാനുഷിക സംവിധാനങ്ങളോ സുരക്ഷിതത്വമോ വില പോകാത്ത അനുഭവങ്ങളിൽ ദാനിയേൽ സിംഹക്കുഴിയിൽ വിശക്കുന്ന സിംഹങ്ങളുടെ നടുവിലേക്ക് എറിയപ്പെട്ടപ്പോ നിസ്സഹായനായി നിൽക്കുന്ന സമയത്ത് നോക്കിക്കേ, ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ചിലരൊക്കെ ഇങ്ങനെ കാവൽ മാലാഖമാരുടെ വേഷത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടും ഉണ്ടാവും അല്ലേ, ഒരു ദൂതനെ പോലെ. അതാണ് നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കും, സംരക്ഷിച്ച് പിടിക്കും, ചേർത്ത് പിടിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ സഹായിക്കും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും, വിശ്വാസത്തിൻ്റെ കൈപിടിച്ച് നടത്തും, പ്രത്യാശയിലേക്ക് നടത്തും, ദൈവസ്നേഹത്തിലേക്കും ഒക്കെ ഇങ്ങനെ നടത്തുന്ന ദൂതന്മാരെ ദൈവം നിയോഗിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവദൂതന്മാരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൂതന്മാരുടെ ഒരു ദൗത്യം, സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ദൈവിക സംരക്ഷണത്തിൽ നമ്മളെ കാത്തുകൊള്ളാന്നുള്ളത്, പ്രൊട്ടക്ഷൻ. അതുകൊണ്ടാണ് നമ്മുടെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കാവൽ ദൂതനോട്, കാവൽ മാലാഖയോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു യാത്രയ്ക്കൊക്കെ പുറപ്പെടുന്നത്. പിന്നെ ഒന്നാണ് ദൈവസന്നിധിയിൽ ഇവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അതാണ് മത്തായി 18:10-11 വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ചെറിയവൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരാളെ നിഷേധിക്കുമ്പോൾ, ഒരാളെ കുറ്റം പറയുമ്പോൾ, ഒരാളെ നിന്ദിക്കുമ്പോൾ ആ കാവൽ ദൂതനുണ്ട്, ദൈവം അയച്ചൊരു ദൂതനുണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന. ഇപ്പൊ ഞാൻ ഒരാളെ തെറി വിളിച്ച് അവന് ചെവി കേൾക്കുന്നില്ലെങ്കിലും കേൾക്കുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ
ഈ ദൂതന്മാർ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പത്രോസ്ലീഹ ജയിലറയിൽ കിടക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നിടത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഈ ചങ്ങലകൾ അഴിച്ച് ഓരോരോ വാതിലുകൾ തുറന്ന് പത്രോസിനെ വഴിയിലേക്ക് കൊണ്ടെത്തി. അപ്പോഴാണ് വിചാരിച്ചു ആദ്യം സ്വപ്നാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ അന്ധകാരത്തിന്റെ അടിമത്തത്തിന്റെ ഒക്കെ സ്വാധീന വലയത്തിൽ കഴിയുന്ന നമ്മളെ ദൈവദൂതന്മാർ രക്ഷയുടെ ദൈവസ്നേഹത്തിന്റെ പ്രകാശത്തിന്റെ വഴിയിലേക്ക് നടത്തും. മറ്റൊരു വാക്യം പറഞ്ഞാൽ ആത്മരക്ഷയുടെ വഴിയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്താന്നുള്ളത് ഈ ദൂതന്മാരുടെ ദൗത്യമാണ്, സ്വർഗീയ ദൗത്യമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും അംഗീകരിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ദൈവം നമുക്കായി സംവിധാനം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം തന്നെയാണ്. ദൈവം നമുക്കായി ഒരു കാവൽ ദൂതനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മുമ്പേ നടക്കാൻ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനത്തിൽ ആ സംരക്ഷണം കർത്താവ് നമുക്കായിട്ട് ഉറപ്പിക്കുന്നുണ്ട്.